ആവശ്യമായിട്ടുള്ള 4 കെമിക്കൽസ് എന്തൊക്കെയാണ്? ഈ ഒരു കാര്യത്തിന് സിമ്പിൾ ആയിട്ട് കെമിസ്ട്രി ഓഫ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ടൊക്കെ വായിക്കുന്നവർ ഒത്തിരി കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് വാട്ട് ഇസ് ദ കെമിസ്ട്രി ഓഫ് ഹാപ്പിനെസ് എന്നുള്ളത്. അപ്പോൾ സ്മാർട്ട് മൂവ്സ് എന്ന് പറയുന്നത് ഒരു HR റിക്രൂട്ട്മെന്റ് ഫേം ആണ്. അപ്പോൾ യൂഷ്വലി നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഹാൻഡ് ഹോൾഡിംഗ്, ഹാഫ് സാലറി എന്നൊരു വലിയ ചാർജസ് ഒന്നും ഇല്ലാതെ ഏകദേശം ഒരു വർഷം റെഗുലർ ആയിട്ട് വേക്കൻസി അപ്ഡേറ്റ്സ് അറിയാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നല്ല സർവീസസ് പ്രൊവൈഡ് ചെയ്യാനും സ്മാർട്ട് മൂവ്സിന് പോസിബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ താഴെ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിലേക്ക് ചെറിയൊരു രജിസ്ട്രേഷൻ അക്കൗണ്ടോട് കൂടി പെട്ടെന്ന് തന്നെ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസിലേക്ക് വരാം. അതായത് കെമിസ്ട്രി ഓഫ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് എന്താണ്? അതായത് ഒരു വ്യക്തി ഒരു ജോബിന് പോകുന്ന സമയത്ത് ഒരുപാട് അധികം ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ജോബ് പ്രൊഫൈലിൽ എല്ലാ ദിവസവും ഇത് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ ഒരു കൃത്യമായിട്ടുള്ള ഒരു മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസ് കൂടുതൽ ഡിസ്കഷൻ വരുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ SM ടോക്സ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ഒത്തിരി നല്ല കമന്റ്സ് ഉണ്ടായിരിക്കും. അതൊക്കെ നമ്മുടെ കമന്റ് സെക്ഷനിൽ ലൈവ് ആക്കുക. നിങ്ങളുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ജോലിയിൽ ഉണ്ടായിട്ടുള്ള സന്തോഷങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള നല്ല നല്ല എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഈ വർക്ക് ലൈഫിനെ ബാലൻസ് ചെയ്യേണ്ടത്, ഇതൊക്കെ ഒന്ന് കമന്റ് സെക്ഷനിലേക്ക് നോട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു ടോപ്പിക്സിൽ മെയിൻ ആയിട്ട് ഈ കെമിസ്ട്രി ഓഫ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ടുള്ളതിന് ആദ്യമായിട്ട് തന്നെ എൻ്റെ ഒരു മെന്റർ എന്ന രീതിയിൽ YPയുടെ അടുത്ത് ഒരു ബിഗ് താങ്ക്സ് കൂടെ പറയാണ്. കാരണം ഈ ടോപ്പിക്കിനെ വളരെ കൃത്യമായിട്ട് എല്ലാ സെഷൻസിലൂടെയും പറഞ്ഞ് മനസ്സിലാക്കി തരിക എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 കെമിക്കൽസ്. അത് കെമിസ്ട്രി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് +2-ലൊക്കെ. അപ്പൊ ആദ്യം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോർഫിൻ എന്നൊരു ഹോർമോൺ നമ്മുടെ ബോഡിയിൽ എപ്പോഴും ഇങ്ങനെ പ്രൊഡ്യൂസ് ആവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സെറാറ്റോണിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രണ്ടാമത്തെ കെമിക്കലും, അതുപോലെ തന്നെ ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തേർഡ് കെമിക്കലും, ആൻഡ് ഫോർത്ത് വൺ ഇസ് ഡോപ്പമിൻ എന്ന് പറഞ്ഞിട്ടുള്ള കെമിക്കലാണ്. ഇതൊരു ഹ്യൂമൻ ബോഡിയിൽ പ്രൊഡക്ഷൻ ഇങ്ങനെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അത് ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വർക്ക് ലൈഫിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഈ കെമിക്കൽസ് എപ്പോഴൊക്കെയാണ് പ്രൊഡക്ഷൻ വരുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങളുടെ ഒരു എന്താ പറയാ മൈൻഡ് സെറ്റിനെ പോസിറ്റീവായിട്ട് നിർത്താനായിട്ട് പറ്റും. അപ്പൊ അതിലെ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോർഫിൻ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ കൂടുതൽ എക്സസൈസ്, വർക്ക്ഔട്ട് അല്ലെങ്കിൽ ബോഡി ഫിറ്റ്നസ് ഒക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. എല്ലാവരും ചോദിക്കും ഇത് ഭയങ്കര പെയിൻഫുൾ അല്ലേ, എന്നാൽ പോലും ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. അതുപോലെ തന്നെ സെറോട്ടോണിൻ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രകൃതിയിലേക്ക് മടങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് ടാഗ് ലൈൻസ് കാണാറുണ്ടല്ലോ. അതുപോലത്തെ ഈ സൺലൈറ്റിന്റെ എക്സ്പോഷർ, അതുപോലെ തന്നെ വളരെയധികം മൈൻഡ്ഫുൾ ആയിട്ട് ഓരോ കാര്യങ്ങളും, അതായത് ഒരു എന്താ പറയുക ഒരു മഴത്തുള്ളി വീഴുന്ന പോലെ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് തോന്നുന്ന ഒരു ഇമോഷനാണ് എൻഡോർഫിൻ, അല്ലെങ്കിൽ ഈ ഒരു കെമിക്കലിന്റെ പ്രൊഡക്ഷൻ വരുന്നു. അതുപോലെ തന്നെ ഓക്സിറ്റോസിൻ എന്താണ്? ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യലൈസ് ചെയ്യുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരാളെ കാണുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് നല്ല നല്ല മീറ്റിംഗ്സിലേക്ക് പോകുന്നു, ഇതൊക്കെ തരുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. അതാണ് ഓക്സിറ്റോസിൻ പ്രൊഡക്ഷൻ ഉദ്ദേശിക്കുന്നത്. ഡോപ്പമിൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ബേസ്ഡ് അപ്പോൺ നമ്മളുടെ അച്ചീവ്മെന്റ്സ് ആണ്. അതായത് ഓരോ അച്ചീവ്മെന്റ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ടാസ്ക് അക്കംപ്ലിഷ്മെന്റിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. ഇൻ ടേംസ് ഓഫ് മണി ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ പോലും നമുക്ക് തോന്നുന്ന ആ ഒരു അച്ചീവ്മെന്റ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ സെൽഫ് കെയർ ആക്ടിവിറ്റീസ് ചെയ്യുന്നവർക്കൊക്കെ തോന്നുന്നതാണ്. ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങളൊക്കെ ഒന്ന് ഗൂഗിൾ ചെയ്ത് സെർച്ച് ചെയ്യുക, കമന്റ് സെക്ഷൻ ലൈവ് ആക്കുക. സ്മാർട്ട് മൂവ്സ് എന്ന് പറയുന്നത് ഒരു HR റിക്രൂട്ട്മെന്റ് ഫേം ആണ്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു വർഷത്തോളം റെഗുലർ ആയിട്ടുള്ള വേക്കൻസി അപ്ഡേറ്റ്സ്, ഹാഫ് സാലറി പോലത്തെ വലിയ ചാർജസ് ഒന്നും ഇല്ലാതെ അറിയാനും, അതുപോലെ തന്നെ നിങ്ങൾക്ക് CV കറക്ഷനും അതുപോലെ തന്നെ ഡിജിറ്റൽ ട്രെയിനിങ്ങും വഴി കൃത്യമായിട്ടുള്ള ഒരു നല്ല പ്ലേസ്മെന്റിലേക്ക് എത്താനായിട്ട് സ്മാർട്ട് മൂവ്സിന്റെ ഒരു സപ്പോർട്ട് സിസ്റ്റം വിൽ ബി ദെയർ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ CV വാട്സ്ആപ്പ് ആയിട്ട് അയക്കുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.